സരിൻ ഇങ്ങനെ എല്ലാ ബൂത്തുകളിലേക്കും പരമാവധി എത്തുക എന്നുള്ള ലക്ഷ്യത്തിലാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും എൽദോ ഈ പോളിംഗ് ശതമാനത്തിൽ ചെറിയൊരു അപ്ഡേഷൻ ഉണ്ട്. 54.64% ഏറ്റവും ഒടുവിലെ കണക്ക്. അതായത് 1,06,393 പേർ ഇതിനകം വോട്ട് രേഖപ്പെടുത്തി. ഇതിൽ 55.19% പുരുഷന്മാരും 54.12% സ്ത്രീകളും. അതായത് 50% കടന്ന് 55% എത്തുന്നു പോളിംഗ്. സരിൻ ഇപ്പോൾ ഈ നമ്മൾ നേരത്തെ കണ്ട വലിയ തിരക്കുള്ള ഈ കണ്ണാടി പഞ്ചായത്തിലെ ഈ ബൂത്തിൽ സരിൻ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എത്തിയിരിക്കുകയാണ്. എല്ലാ ബൂത്തുകളും പരമാവധി സന്ദർശിക്കുകയാണ് സരിൻ. പരമാവധി ആളുകളെ നേരിൽ കാണുകയാണ്. ആളുകളുമായൊക്കെ സംസാരിച്ച് ഈ അവസാന മണിക്കൂറുകൾ, ഇനി മിനിറ്റുകൾ മാത്രം ബാക്കി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. വോട്ടുറപ്പിക്കുകയാണ് സരിൻ. വലിയ തിരക്ക് ഈ കണ്ണാടിയിലെ ബൂത്തിലുണ്ട്. ആളുകളെയൊക്കെ നേരിൽ കണ്ട് ഒന്നുകൂടി 2:30 50% എത്താത്ത ബൂത്തുകളിൽ 2:30ക്കും 4 മണിക്കിടയ്ക്ക് വലിയ ക്യൂ ഉണ്ടാവുന്ന എന്നോട് ചോദിച്ചപ്പോ ഞാൻ മറുപടി പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ലേ? പക്ഷെ ഇത് ഭയങ്കര സ്ലോ ആണ്, ഈ പ്രോസസ് വളരെ സ്ലോ ആണ്. ഇവിടെയും 600-ലേറെ വോട്ടുകളായി. അത് മെഷീനിൽ ഒരു 10 സെക്കൻഡിന്റെ ബീപ്പ് സൗണ്ട് വരാൻ എടുക്കുന്ന സമയം, അതൊരു ടെക്നിക്കലായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. അപ്പൊ ആളുകൾ ആ 10 സെക്കൻഡ് കാത്തു നിൽക്കുന്നു. പിന്നെ സൗണ്ട് വന്ന് പിന്നെ മാറാൻ വീണ്ടും ഒരു 10 സെക്കൻഡ് എടുക്കുന്നു. ടോട്ടൽ നമുക്ക് ഓരോ വോട്ടിനും ഒരു 15 സെക്കൻഡ് നഷ്ടം വരുന്നുണ്ട്. അതൊന്നും ചെയ്യാൻ പറ്റില്ല. 1300 വോട്ടുണ്ട് ഇവിടെ. വരേണ്ടവരെല്ലാം വന്ന് വോട്ട് ചെയ്തിട്ട് ഈ ഇലക്ഷൻ അവസാനിക്കും. അത് പേടിക്കണ്ട. അല്ലേ? ഈ പോളിംഗ് ശതമാനം കാത്തു നിന്ന് ഓരോരുത്തരും അവരവരുടെ അവസരത്തെ വിനിയോഗിക്കും. ആ ജനാധിപത്യ ബോധം കണ്ണാടിയിലും മാത്തൂരും പിരായിരിയിലും പാലക്കാടും ഒക്കെയുണ്ട്. ഇതൊക്കെ ഞാൻ മുൻകൂട്ടി പറഞ്ഞ കാര്യങ്ങളാണ്. ഗ്രൗണ്ട് അറിയുന്ന, ഞാൻ പറഞ്ഞത് മാറ്റി പറയുന്ന സ്വഭാവമൊന്നും എനിക്കില്ല. ഞാൻ ഇതെല്ലാം കണക്ക് കൂട്ടിയാണ് ഞാൻ നേരത്തെയും പറഞ്ഞത്. 70,000 മനുഷ്യർ LDF അനുകൂലമായി വോട്ട് ചെയ്യും. 20,000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ LDF ഏകപക്ഷീയമായി വിജയിക്കും. ശരിയുടെ ഒപ്പം നിൽക്കുന്ന 70,000-ലേറെ മനുഷ്യർ ഈ നാട്ടിലുണ്ട്. പോളിംഗ് 55% ആകുന്നു. എത്ര 75% എത്തും. 70നും 75നും ഇടയ്ക്ക് എന്തായാലും എത്തും. 1,45,000-നും 1,50,000-നും ഇടയ്ക്ക് വോട്ടുകൾ പോൾ ചെയ്യപ്പെടും. ബേജാറാവണ്ട. കാരണം ഗേറ്റിനകത്ത് കടന്നു കഴിഞ്ഞാൽ പിന്നെ എത്ര അർദ്ധരാത്രി ആയാലും വോട്ട് ചെയ്തല്ലേ വിടാൻ പറ്റൂ. ആഹാരം കഴിക്കാവുന്ന ആളുകളുണ്ട്. അതൊക്കെ ജനാധിപത്യ ബോധത്തിന്റെ മുന്നിൽ ഒരു നേരത്തെ വിശപ്പൊന്നും പ്രബുദ്ധരായ പാലക്കാട്ടെ വോട്ടർമാർക്ക് വിഷയമല്ല. അതൊക്കെ തെളിയിക്കും. ഇവിടെ വെണ്ണക്കര സ്കൂളിൽ, അതുപോലെ തന്നെ പറക്കുന്നത്ത്, ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ ഓരോ സ്ഥലത്ത് ഓടി എത്തുകയാണ്. മാത്തൂരിന് ഒരുപാട് സ്ഥലങ്ങളിൽ എത്താനുണ്ട്. LDFന് പ്രതീക്ഷിക്കാവുന്ന മേഖലകളാണോ ഇതൊക്കെ? കണ്ണാടിയാണ്. 180 ബൂത്തുകളും LDFന് പ്രതീക്ഷിക്കാവുന്ന ബൂത്തുകളാണ്. വോട്ട് എണ്ണുമ്പോൾ മനസ്സിലാവും. വല്ലാത്ത ആത്മവിശ്വാസം സരിന് ഈ ഘട്ടത്തിലുമുണ്ട്. എല്ലാം LDFന് പ്രതീക്ഷിക്കാവുന്ന വോട്ടുകളാണ്. ഈ 184 ബൂത്തുകളുണ്ട്. എല്ലാ ബൂത്തുകളും LDFന് പ്രതീക്ഷിക്കാവുന്ന ഒരു ആത്മവിശ്വാസമാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി പി സരിൻ ഈ സമയത്തും. അതായത് 3:53, ഇനി 2 മണിക്കൂറും 7 മിനിറ്റും മാത്രമാണ് അനുവദിച്ചിട്ടുള്ള സമയം. സ്വാഭാവികമായും ക്യൂവിൽ ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അവരെ ഈ പോളിംഗ് ബൂത്തിന്റെ പ്രമിസസിലേക്ക് കടന്ന ആളുകൾ പൂർണ്ണമായും വോട്ട് ചെയ്തിട്ടേ ഈ പോളിംഗ് അവസാനിക്കുകയുള്ളൂ. ഈ സമയത്തും ആ ഒരു പ്രതീക്ഷയാണ്, ആത്മവിശ്വാസം കലർന്ന പ്രതീക്ഷയാണ് സരിൻ പങ്കുവയ്ക്കുന്നത്. 70,000 പേർ തനിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമെന്ന് കഴിഞ്ഞ 3-4 ദിവസമായി സരിൻ പറയുന്നു. അദ്ദേഹം ഇപ്പോഴും ഈ 3:54 പിന്നിടുമ്പോഴും അദ്ദേഹം ആവർത്തിക്കുന്നു, 20,000-ലേറെ ഭൂരിപക്ഷമുണ്ടാകും, ഏകപക്ഷീയ വിജയം ഇടതുമുന്നണിക്കുണ്ടാകുമെന്ന ആത്മവിശ്വാസമാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി പി സരിൻ മുന്നോട്ട് വയ്ക്കുന്നത്. എല്ലാ ആളുകളെയും എല്ലാ ബൂത്തുകളിലും എത്തി പരമാവധി ആളുകളെ നേരിൽ കണ്ട് വീണ്ടും വീണ്ടും വോട്ടുറപ്പിക്കുകയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി. മറ്റ് സ്ഥാനാർത്ഥികളും സമാനമായ രീതിയിൽ തന്നെയാണ് ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്. സമയം വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. പാലക്കാട് നിർണായകമായ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ വിധിയെഴുതാൻ കേരളം രാഷ്ട്രീയം ഒരുപക്ഷെ ഏറ്റവും ആകാംക്ഷയോടുകൂടി സമീപകാലത്ത് കാത്തിരുന്ന ഏറ്റവും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമായി അത്രയും ചർച്ച ചെയ്യപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. അതിന്റെ വിധിയെഴുത്ത് പൂർത്തിയാക്കാൻ ഇനി 2 മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ഓരോ വോട്ടുമുറപ്പിച്ച് ഓരോ ബൂത്തിലുമെത്തി സ്ഥാനാർത്ഥികൾ ഇങ്ങനെ ഈ അവസാന മണിക്കൂറുകളിൽ മുന്നോട്ട് പോവുകയാണ്. വലിയ തിരക്ക് ഇപ്പോഴുമുണ്ട്. ഇതും ഒരു 6 മണിയായാലും അവസാനിക്കാത്ത എന്ന് തോന്നുന്ന തരത്തിലുള്ള തിരക്ക് ഇപ്പോഴും ഈ ബൂത്തിലും, ഈ കണ്ണാടിയിലെ ഈ ബൂത്തിലുമുണ്ട്. വെണ്ണക്കരയിലുമൊക്കെ വലിയ തിരക്കാണ്. ക്യൂവിൽ 300 സ്ത്രീകളോളം എത്തുന്ന തിരക്ക് വെണ്ണക്കര ഉൾപ്പെടെ പ്രദേശങ്ങളിലുമുണ്ട്. എല്ലായിടത്തും വലിയ തിരക്ക് ഈ വൈകുന്നേരങ്ങളോട് അടുക്കുമ്പോൾ വീണ്ടും ഉണ്ടാകുന്നു. പ്രത്യേകിച്ചും ഗ്രാമീണ മേഖലകളിൽ ശക്തമായ
പോളിംഗ് 75% എത്തുമെന്ന പ്രതീക്ഷയാണ് ഈ ഘട്ടത്തിലും ഇടതുമുന്നണി സ്ഥാനാർത്ഥി മുന്നോട്ട് വയ്ക്കുന്നത്. 75% പോളിംഗ് എത്തും. പുതിയ വോട്ടർമാരെയൊക്കെ കണ്ട് കൈകൊടുത്ത് സരിൻ ഇവിടെ ഈ ബൂത്തുകളിൽ നിൽക്കുകയാണ്. മറ്റു ബൂത്തുകളിലേക്കും സ്വാഭാവികമായും പോകും. പോളിംഗ് ഉദ്യോഗസ്ഥരുമായും ഒക്കെ സംസാരിച്ചുകൊണ്ട് സ്ഥാനാർത്ഥിയുടെ ഈ അവസാനവട്ട വോട്ട് തേടൽ തുടരുന്നു. കാര്യങ്ങൾ വിലയിരുത്തുന്നു. ബൂത്തുകളിൽ ബൂത്ത് ലെവൽ ഓഫീസർമാരെയും പ്രസിഡിംഗ് ഓഫീസർമാരെയും കണ്ട് കാര്യങ്ങൾ സംസാരിക്കുകയാണ് ഇടതു സ്ഥാനാർത്ഥി. ക്യൂ ഇപ്പോഴും നമുക്ക് ഒന്നുകൂടി ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇപ്പോഴും വലിയ തിരക്ക്, വലിയ ക്യൂ ഈ ബൂത്തിൽ, കണ്ണാടി പഞ്ചായത്തിലെ ഈ ബൂത്തിൽ ഇപ്പോഴും വലിയ തിരക്ക് തന്നെയാണ്. ഇനിയും 1 മണിക്കൂർ 1.5 മണിക്കൂർ നിന്നാലും ഒരുപക്ഷെ ഇങ്ങനെ വീണ്ടും ആള് വന്നാൽ ഇവിടെ ഒരു 6 മണിക്ക് മുമ്പ് പോളിംഗ് അവസാനിക്കില്ല എന്ന് തോന്നുന്ന തരത്തിലുള്ള തിരക്ക് ഈ ബൂത്തിലുണ്ട്. ഏതായാലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വിധിയെടുത്ത് അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുന്നു. ആരാകും പാലക്കാടിന്റെ ജനപ്രതിനിധി എന്ന് ഏതാണ്ട് ജനം രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനിയുള്ള 2 മണിക്കൂർ കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. സ്ഥാനാർത്ഥി സരിൻ എല്ലാവരെയും കണ്ട് വീണ്ടും ഈ ബൂത്തിൽ നിന്ന് അടുത്ത ബൂത്തുകളിലേക്ക് പോവുകയാണ്. എൽദോ, അതാണ് വിവിയൻ സൂചിപ്പിച്ചതുപോലെ പാലക്കാടിന്റെ ജനപ്രതിനിധി ആരാണെന്നുള്ളതിൽ ഏറെക്കുറെ ഒരു വ്യക്തത ഉണ്ട്. പക്ഷെ അപ്പോൾ പോലും ഇനിയും 54.6 അതാണ് നിലവിൽ ഇപ്പോൾ 3 മണി സമയം, 4 മണി സമയം ഇവിടെ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന പോളിംഗ് ശതമാനം. ഇനിയുള്ള 2 മണിക്കൂർ, ആ 2 മണിക്കൂറിൽ എത്രമാത്രം പോളിംഗ് ശതമാനം ഉയരുമെന്നുള്ളത് കാത്തിരിക്കാം. 3 മുന്നണികളും പ്രതീക്ഷയിലാണ്. 3 മുന്നണികളും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. വി അരുണാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട് നിന്ന്.